Welcome to Fira Basmati Rice Biryani Queen powered by Willy White's Toothpaste. അങ്ങനെ നമ്മുടെ ബിരിയാണി ക്വീൻ മത്സരം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, അതായത് ക്വാർട്ടർ ഫൈനൽസ്. അപ്പോൾ ക്വാർട്ടർ ഫൈനൽസ് റൗണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് സീരിയസ് റൗണ്ട്സ് ആണല്ലേ. കാരണം ആദ്യത്തെ ഒരു പ്രിലിംസ് കഴിഞ്ഞിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ചുകൂടി ക്രീമായിട്ട് കുറച്ച് ആൾക്കാർ, ഒരു 12ഓളം കണ്ടസ്റ്റൻസ് മാത്രം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു രണ്ടാമത്തെ റൗണ്ടിൽ മത്സരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വാർട്ടർ ഫൈനലിൻ്റെ മത്സരം ഇങ്ങനെ ഇപ്പോൾ ഒരു 3 ഗ്രൂപ്പിൽ നിന്നും ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ പാചക പരീക്ഷണങ്ങളും അവരുടെ സ്കിൽസും എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത 12 കണ്ടസ്റ്റൻസിൽ നിന്നും 4 പേരുടെ മത്സരം കഴിഞ്ഞു. ഇനി അടുത്ത 4 പേരുടെ മത്സരം കാണാൻ പോകുന്നു. അപ്പോൾ അവരെല്ലാവരും തന്നെ നല്ല തയ്യാറെടുപ്പോടു കൂടിയാണ് വന്നിരിക്കുന്നത്. നല്ല നല്ല റെസിപ്പീസാണ് നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ വളരെ രസകരമാണ്. അത് കാണുക, ആസ്വദിക്കുക. എന്നോടൊപ്പം ശ്രീ കൃഷ്ണയും കൂടി ഉണ്ടാകും. അപ്പോൾ കൃഷ്ണയെ വിളിക്കാം. കൃഷ്ണ. ഓക്കെ, അപ്പോൾ കൃഷ്ണ, നമ്മൾ ഇങ്ങനെ ബിരിയാണികളൊക്കെ കഴിച്ച് വളരെ എപ്പോഴും നമ്മുടെ എൻ്റെ നാവിൻ്റെ തുമ്പിലും ഈ ബിരിയാണിയുടെ ഫ്ലേവർ മാറുന്നില്ല ചേച്ചി. സത്യം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഒരു കോൺടെസ്റ്റിൽ ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് തൊട്ട് നോക്കിയാലും ഒരു ബിരിയാണി പോലും നമുക്ക് മാറ്റി വെക്കാനില്ല. അതായത് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായും. സാധാരണ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ വീക്കായിരിക്കും, ചിലതൊക്കെ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഓൾമോസ്റ്റ് എവറിത്തിങ് വാസ് വെരി വെരി ഫ്ലേവർ വൈസ്, ടെക്സ്ചർ വൈസ്, ലുക്ക് വൈസ്. എക്സാക്ട്ലി. നല്ലൊരു എക്സ്പേർട്സ് ആയിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എനിക്ക് നമ്മുടെ സെലക്ഷൻ നല്ലതായിരുന്നു എന്ന് എനിക്ക് അതായത് ഈ 24 പേര് നമ്മൾ കറക്റ്റായിട്ടാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അവസാനം വരെ വരാൻ പറ്റും. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ സെക്കൻഡിലോട്ട് പോകുമ്പോൾ ഇവർക്ക് സെക്കൻഡ് റൗണ്ട് വളരെ ടഫ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ആസ് ഇറ്റ് ഗോസ് ബൈ ഇത് അവർക്ക് ഈസി ആയിക്കൊണ്ട് വരിക. കറക്റ്റ്. ആദ്യം മുഖത്തൊരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. അവർ വലിയ വെറ്ററൻസ് ആണ് ഈ കാര്യത്തിൽ. ബിരിയാണി ഉണ്ടാക്കുന്നതിൽ വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. നോക്കാം നമുക്ക്. യെസ്, ഈ റൗണ്ട് കൂടി നോക്കാം. അടുത്തത് ഓക്കെ, അവരെ വിളിക്കും. ക്വാർട്ടേഴ്സിലെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ കണ്ടസ്റ്റ് ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. എല്ലാവരും റെഡിയാണ്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. വെറൈറ്റി ബിരിയാണി. യെസ്, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ബിരിയാണിയാണ്. ഔട്ട്സൈഡ് കേരള, ദാറ്റ്സ് എ തീം. ഓക്കെ, അപ്പോൾ റെഡിയാണോ? തുടങ്ങാം. കോൺഫിഡൻറ്റ്? ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഷബാന ഫാറൂഖ്, മാഹി നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി മട്ടൻ ബിരിയാണിയാണ്. ഒതൻറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ സവാള വറുത്ത് കോരാൻ വേണ്ടി ഇതിലേക്ക് ചേർക്കുക. ഇത് നല്ലവണ്ണം വറുത്ത് കോരി എടുക്കണം ഈ ഉള്ളി. ഇത് 1/2 കിലോ മട്ടനാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ചെറുനാരങ്ങ,
ഇതിലേക്ക് തൈര്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, കുറച്ച് ജീരകവും ഏലക്കായും കൂടി പൊടിച്ചെടുത്തത്. ഉള്ളി നന്നായി വഴന്ന് വരുന്നുണ്ട്. ഇത് ഈ ഓയിലിൽ നിന്ന് ഞങ്ങൾക്ക് കോരിയെടുക്കാം. ഈ മട്ടനിലേക്ക് ഈ വറുത്ത് വെച്ച ഉള്ളി ചേർക്കുക. കുറച്ച് ഉള്ളി അവിടെ മാറ്റി വെക്കുക. ചോറ് ദമ്മിടുമ്പോൾ അതിൻ്റെ മേലെ ഇതരാൻ വേണ്ടി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മല്ലിയില കുറച്ച് കൂടുതൽ മല്ലിയില വേണം. ഇതിനെല്ലാം കുറച്ച് കൂടുതൽ വേണം. ഇതിൻ്റെ ഫ്ലേവറാണ് ഹൈദരാബാദി ബിരിയാണിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിനി അരമണിക്കൂർ മാറ്റി വെക്കാം. ഞാനിന്ന് ചോറ് വെക്കുന്നത് ഈ കുക്കറിലാണ്. വറ്റിച്ച് വെച്ചാണ് ചോറ് വെക്കുന്നത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ വറുത്ത ഉള്ളിയിൽ ഓയിൽ ചേർക്കുക. ഓൾ സ്പൈസസ് ചേർക്കുക. കറുപ്പ, കുരുമുളക്, ഏലക്ക, ഓൾ സ്പൈസസ് ഇതിലേക്ക് ചേർക്കുക. ഈ ഓയിലിലേക്ക് 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഞാൻ ഇപ്പോൾ ഫിറ ബസ്മതി റൈസിൻ്റെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4.5 കപ്പ് വെള്ളം ചേർക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ള. ചെറുനാരങ്ങനീര്. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഫിറ ബസ്മതി റൈസ് ഇതിലേക്ക് ചേർക്കുക. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബസ്മതി റൈസ് ചേർക്കുക. ഈ വെള്ളത്തിൽ നിന്ന് ഈ മല്ലിയിലൊക്കെ കോരിയെടുക്കണം. അതിൻ്റെ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ മല്ലിയിലും പുതിനയിലൊക്കെ കോരിയെടുത്ത് കളയുക. ഇത് മൂടി വെച്ച് ഒരു വിസിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. പാൻ അടുപ്പത്ത് വെച്ച് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന മട്ടൻ ഈ പാനിലേക്ക് ചേർക്കുക. ഇത് നല്ല മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നല്ല ജീരകവും ഏലക്കായും പൊടിച്ചെടുത്ത് അത് ഈ മസാലയിലേക്ക് കുറച്ച് ചേർക്കുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. ഇതിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് വരേണ്ടത്. ഇതിപ്പോൾ നമ്മളുടെ സെക്കൻഡ് റൗണ്ട് ക്വാർട്ടർ റൗണ്ടിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ മത്സരം. അവർ ദ്രുതഗതിയിൽ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. വിശേഷങ്ങളൊക്കെ ചോദിക്കാമല്ലോ. ഇതിവിടെ എന്താണ് ചെയ്യാൻ പോണേ? ഹൈദരാബാദി മട്ടൻ ബിരിയാണി. ഹൈദരാബാദി എൻ്റെ കൂടി ഒരു മാറ്റം വരുത്തിച്ചിട്ട് ചെയ്യും. ചിക്കൻ മാറ്റി മട്ടൻ പാടായിരിക്കും. പക്ഷെ മട്ടൻ ഭയങ്കര ഒരു ടേസ്റ്റ് അതിന്റെ കുക്കർ യൂസ് ചെയ്തു അല്ലേ? കുക്കർ യൂസ് ചെയ്ത് ടൈം കിട്ടൂലല്ലോ. അപ്പൊ ഞാൻ 1.5 മണിക്കൂറേ ഉള്ളൂ. അതാ പറഞ്ഞ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 1 കിലോ മട്ടന്. റൈസിനെ കുറിച്ച് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് നമ്മളുടെ റൈസ്? നല്ലതാണ്. നല്ല ബസ്മതി ലോങ് ടൈം. കാരണം കഴുകുമ്പോ ഒക്കെ നല്ലൊരു അങ്ങനെയില്ല, നല്ല മണം. പിന്നെ കഴുകുമ്പോ പൊട്ടിപ്പോകുന്നില്ല. ഇഷ്ടായിട്ടുണ്ട്. ചില ബസ്മതി അരി പൊട്ടിപ്പോകുമല്ലോ കഴുകുമ്പോ, അങ്ങനെ. അപ്പൊ അത് വന്നിട്ടില്ല. നല്ല നേരത്തെ പിന്നെ റൗണ്ടിൽ വന്നവരും പറഞ്ഞു. അതെ. ഈ മട്ടനിലേക്ക് ഈ മസാലയൊക്കെ നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇതിൻ്റെ വിസിൽ പോയിട്ടുണ്ട്. ഈ കുക്കറിൻ്റെ അടുപ്പ് തുറക്കാം. നല്ല ഫിറ റൈസിൻ്റെ ഈ കുക്കറിൽ വെച്ചിട്ട് നല്ല ലോങ് ടൈപ്പ് അരിയാണ്. ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. കളറിന് വേണ്ടി ഞാൻ കളറും ചേർക്കില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, മട്ടൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ട്, അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചോറ് ഇതിലേക്ക് ദമ്മിടാം. ഈ മസാലയിലേക്ക് ചോറ് ദമ്മിടാം. ഇതിലേക്ക് ഈ മഞ്ഞൾ ചേർത്ത് വെച്ചത്. ഇത് മട്ടൻ വേവിച്ച് വെച്ച സ്റ്റോക്കിലാണ് മഞ്ഞൾ ചേർത്തത്. പൊരിച്ച ഉള്ളി, നല്ല ജീരകവും ഏലക്കായും പൊടിച്ചത്, കുറച്ച് ഗരം മസാല, മല്ലിയില, ഇതിൻ്റെ മേലെ പിന്നെ ആ പ്രൊസീജിയർ തന്നെ ചെയ്യാം.
ഉള്ളി പൊരിച്ചത്, കുറച്ച് മല്ലിയില. ഇന്ത്യൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ മല്ലിയില പുതിനയിലേൻ്റെ ഒക്കെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കും. ഇത് മൂടി വെച്ച് 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇവിടെ ദം സ്റ്റേജ് ആണോ? ദം ചെയ്ത് മട്ടൻ മട്ടൻ ദം ചെയ്ത് കഴിഞ്ഞു. ഹൈദരാബാദ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് എല്ലാരും ഓൾമോസ്റ്റ് ടൈമിന് മുന്നേ തീർക്കുന്ന എനിക്ക് തോന്നുന്നത്. 1.5 മണിക്കൂർ വേണ്ടി വന്നു. ഞങ്ങൾ കണ്ണൂർ ജില്ലയല്ലേ, എല്ലാവരും കണ്ണൂരാണ്. നിങ്ങൾ 4 കണ്ണൂർ ബിരിയാണിയും കൂടിയാണ്. ബിരിയാണിയാണ് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ്. എലിമെന്റ് അതാണ്. ഇതിനൊന്നും അധികം സമയമൊന്നും വേണ്ടല്ലേ, ഒരു പ്ലാനിങ് മതി. ഒരു മിക്സ് ആൻഡ് മാച്ച് അല്ലേ? ഈ മാരിനേഷന് സമയക്കുറവുണ്ട് എന്നൊക്കെ അത് ഉണ്ട്, കുറവ് വരുന്നുണ്ട്. അതായത് കുറച്ച് സോഫ്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും. പക്ഷെ അത് കുഴപ്പമില്ല, എല്ലാവർക്കും ഇതുണ്ട്. അതുകൊണ്ട് കമ്പാരിറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ ഒരു പ്രശ്നം. എന്നാലും ഞാൻ 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചോറ് വെച്ചു. 10 മിനിറ്റ്. ഇതിപ്പോ ഹൈദരാബാദി അല്ലേ ചെയ്യുന്നത്? അതെ, സ്റ്റൈലൊരു ഇതിപ്പോ 3ാമത്തെ ഹൈദരാബാദിയാണ് ഈ റൗണ്ടിൽ നമ്മൾ. എൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇതില് നല്ല ജീരകവും ഏലക്കായും. അതാണ് മെയിൻ ഇതിന്റെ. സാജീരകമുണ്ടോ ഇതിനകത്ത്? സാജീരകം, നല്ല ജീരകം. സാജീരകം ഞാൻ ഇട്ടിട്ടുണ്ട്, ചോറ് വെക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. നല്ല ജീരകവും ഏലക്കായും പൊടിച്ചിട്ട് അത് ഇതിലേക്ക് മസാലയിലേക്ക് ചോറിന്റെ മെയിൻ വരുന്ന ഇതാണ്. ഈ ചോറ് ഞങ്ങൾക്ക് ഇപ്പോൾ 15 മിനിറ്റ് ചോറ് ദമ്മായിട്ടുണ്ട്. ഈ ചോറിനെ നമുക്കിപ്പോൾ മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് സേവിങ് ബോർഡിലേക്ക് മാറ്റാം. സേവിങ് ബോർഡിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഫിറ ബസ്മതി റൈസ് കൊണ്ടുണ്ടാക്കിയ ഹൈദരാബാദി മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫെമി മുനീർ, കണ്ണൂരിൽ നിന്നാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഷാജഹാനി മട്ടൻ ബിരിയാണി, ഡൽഹി ആഗ്ര സ്റ്റൈൽ ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ബസ്മതി റൈസ്, ഫിറയുടെ ഇന്ത്യൻ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് മാഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. 1 പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലക്ക് വേണ്ടിയിട്ട് മട്ടൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് അല്പം കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വേവിച്ച സ്റ്റോക്ക് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതിൻ്റെ മട്ടൻ നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മട്ടൻ ചേർത്തിട്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. കുറച്ചും കൂടെ നമുക്ക് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്കിത് ചേർക്കാം. നമ്മൾ ഷാജഹാനി മട്ടൻ ബിരിയാണി, ഡൽഹി ആഗ്ര സ്റ്റൈൽ ബിരിയാണിയുടെ മസാല തയ്യാറായിട്ടുണ്ട്. മസാല നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് മാറ്റി വെക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കാടമം, 1 ചെറിയ പീസ് സിനമണ്, 1 ബേ ലീഫ്, 4-5 കുരുമുളക്
കുറച്ച് ചെറിയ ജീരകം, 2 ഗ്രാമ്പു ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞ് വെച്ച ബദാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും. അതുപോലെ 2 ടേബിൾ സ്പൂണ് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് നമ്മളൊരു 2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് മട്ടൻ വേവിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി മട്ടൻ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് സ്റ്റേജായി, മസാല തയ്യാറായി. ഇത് ഹൈദരാബാദി ഹൈദരാബാദിയല്ല, മുഗളായല്ല, ഡൽഹി ഷാജഹാനി മട്ടൻ ബിരിയാണി, ഡൽഹി ആഗ്ര സ്റ്റൈല്. അതിൻ്റെ മസാല തയ്യാറായി. ഇനിയിപ്പോൾ റൈസ് ആവുന്നുണ്ട്. ഓക്കെ, മുംതാസ് ബിരിയാണി എന്ന് പേരിടാം നമുക്ക്. അല്ല, ഇത് ഷാജഹാൻ ചക്രവർത്തിയുടെ ബിരിയാണിയാണ്. അവര് കൊട്ടാരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണെന്ന് ഞാൻ കേട്ടത്. ഡൽഹി പോയപ്പോ ഒരിക്കൽ കഴിച്ചിരുന്നു. കരീംസാണോ കഴിച്ചത്? അല്ല, ഡൽഹി എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കുറച്ച് റിച്ച് ആയിട്ടാണ്. ക്രീം അല്ലേ? ഫ്രഷ് ക്രീം മേളിൽ ഇട്ട് കൊടുക്കും. ബട്ടർ ഉണ്ട്, പിന്നെ എല്ലാം പിന്നെ ഫ്രൈഡ് ഓണിയൻസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. ബിരിസ്റ്റ, ബിരിയാണി എന്നുള്ള വാക്കുണ്ടായത് തന്നെ ബിരിസ്റ്റ. അത് നമ്മൾ ആദ്യം ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതാണ് ഇതിന്റെ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. എല്ലാം പ്രിപ്പയർഡ് ആണ് ഇപ്പോൾ കാര്യങ്ങൾ. നടക്കട്ടെ. പിന്നെ ഇതിന്റെ ഈ മട്ടൺ സ്റ്റോക്ക് കൊണ്ടാണ് നമ്മൾ ഈ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഈ മട്ടന്റെ ഫ്ലേവർ ഒക്കെ നമുക്ക് ഈ റൈസിലേക്ക് വരും. ഓ യെസ്, കറക്റ്റ്. അപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഓക്കെ, നടക്കട്ടെ കേട്ടോ. ഉണ്ടാക്കാൻ ചിക്കനെക്കാട്ടിലും ടേസ്റ്റ് ചിക്കനാണ്, പക്ഷേ ടേസ്റ്റ് വൈസ് മട്ടനാണ് ഫ്ലേവർ. നമ്മുടെ റൈസ് ഏകദേശം ആയിട്ട് വരുന്നുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റും കൂടെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ക്വാർട്ടർ ഫൈനൽസിൻ്റെ നമ്മൾ വീണ്ടും കറങ്ങുന്നു. അവരിങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റൈസ് ദമ്മിട്ട് വന്നിട്ടില്ലല്ലോ. നല്ല മണം. ഒന്നും കൂടെ ദമ്മാവാനുണ്ട്. ദമ്മായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് പകരും. റൈസ് ഇട്ടിട്ട് ആദ്യം ഇട്ടിട്ട് അതിന്റെ മുകളിലേക്കായിട്ട് മസാല വെക്കും. പിന്നെ ബോയിൽ ചെയ്ത എഗ്ഗ്, പിന്നെ ഫ്രഷ് ക്രീം, അങ്ങനെ ഗാർണിഷ് ചെയ്യും. ഷാജഹാനി മുഗളായി അല്ല, ഷാജഹാനി മട്ടൻ ബിരിയാണി, ഡൽഹി ആഗ്ര സ്റ്റൈൽ. ഒന്നും നമ്മൾ വിട്ടുപോകരുത്. ഡൽഹി ആൻഡ് ആഗ്ര സ്റ്റൈൽ. നമ്മൾ റൈസ് ദമ്മായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ റൈസ് അടിയിലേക്ക് നിരത്തി കൊടുക്കണം. അതിന് മുകളിലായിട്ട് നമുക്ക് ഈ മട്ടൻ മസാല വെച്ചിട്ട് ഇത് സെർവ് ചെയ്യാം. കുറച്ച് മല്ലിയില ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ജിഷ ബിജു, തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുഗളായി ചിക്കൻ ആപ്രിക്കോട്ട് ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫിറേൻ്റെ ബസ്മതി റൈസാണ്, ഇന്ത്യൻ ബാസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പാനിപ്പം ഇതിലേക്ക് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒരു
കുറച്ച് അധികം വേണം. അത് മസാലക്കും റൈസിനായിട്ട് ഈ ഒരു ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ എത്ര എടുത്തിരിക്കുന്നത് അതിൻ്റെ ക്വാർട്ടർ പോർഷനാണ് ഈ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതൊന്ന് ഹീറ്റാകുന്ന ആ സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. യോഗോട്ട് ചേർക്കാം. ഗാർലിക് ചോപ്പ് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കും. ജിഞ്ചർ ക്രഷ് ചെയ്തതാണ് അത് 1 ടീസ്പൂൺ വേണം. പച്ചമുളക് ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കണം. ആ ഒരു ഫ്ലേവറാണ്, നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഓയിലും ഗീയും തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടി വെക്കാം. ഇതിലേക്ക് നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് ചെറിയ ചൂടായിട്ടുള്ള വെജിറ്റബിൾ ഓയിലും ഗീയും ചേർന്ന മിശ്രിതവും ഈ പുരട്ടി വെച്ച ചിക്കനിലേക്ക്, മസാല പുരട്ടി വെച്ച ചിക്കനിലേക്ക് നമുക്ക് കൊറിയാൻഡർ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിനയില ചോപ്പ് ചെയ്തതും 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് അടുത്തതായി ചേർക്കാനുള്ളത് പിസ്ത കട്ട് ചെയ്തതും അതിൻ്റെ ഹാഫ് ചേർത്താൽ മതി. കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തതും ആൽമണ്ട് ചോപ്പ് ചെയ്തതും ചേർക്കുന്നുണ്ട്, അതും കുറച്ച് മതി. കീ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നട്ട്സ് ചേർക്കുന്നത്, നട്ട്സ് എന്ന് പറയാം ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ട് ബിരിയാണീൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓയിലിൻ്റെ അകത്ത് കോരി മാറ്റാം. അതേ സെയിം ഓയിൽ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മളിനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓയിലിൻ്റെ അകത്ത് കഴിഞ്ഞിട്ട് വേണം ഈ ചിക്കൻ വെന്ത് വരാനായിട്ട്. ഈ മസാലകളൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കണം. ഇതിലേക്ക് നമുക്ക് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറുതായി നുറുക്കിയ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാം. സവാള ഗോൾഡൻ കളറായിട്ട് വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സഫ്രോണിൻ്റെ സ്റ്റാൻഡ്സ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ചേർക്കാനായിട്ടാണ് ഈ ഒരു സഫ്രോണിൻ്റെ ഈ ഒരു വാട്ടർ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റൈസ് ഞാനിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫിറ ഇന്ത്യൻ ബാസ്മതി റൈസാണ് ഞാൻ ഈ ബിരിയാണിക്ക് മുകളായി ചിക്കൻ ആപ്രിക്കോട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കണത്. ഗീ ഇതിലേക്ക് മേലിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ അരിയുടെ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മസാല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുക്ക് ചെയ്തത് ഏകദേശം ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഹായ് മാം. ഹലോ. ഹായ്. ഇവിടെയാണ് മുകളായി ചിക്കൻ ആപ്രിക്കോട്ട് ബിരിയാണി. രണ്ടും കൂടി വരും അല്ലേ? അത് പിന്നെ പിസ്ത ചോപ്പ് ചെയ്തതും ആൽമണ്ടും കാഷ്യൂനട്ട് പിന്നെ ആപ്രിക്കോട്ട് സ്ലൈസ് ചെയ്തത്. ഞാൻ ആപ്രിക്കോട്ട് ആഡ് ഓൺ ചെയ്തതാണ്. അതിനകത്ത് റിച്ചായിട്ട് ഫ്രഷ് ക്രീമും പിന്നെ യോഗേർട്ടും ഒക്കെ ചെയ്തിട്ട് എല്ലാ മസാല ഗരം മസാലയും പെപ്പർ പൗഡറും കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മളെ ഫ്രൈഡ് ഓണിയൻസ് മുകളായിൽ മുളക് പൊടിയൊക്കെ ചേർക്കും. ആ കളറ് കാശ്മീരി മുളക്. ഇപ്പം മസാല തയ്യാറായി. ഇത് റൈസ് ഫിറേൻ്റെ ബാസ്മതി അടിപൊളി റൈസ്, ലോങ് ഗ്രെയിൻ ആണ്. കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആണ്. ബിരിയാണി റൈസുകളെക്കാളും ലോങ് ആണ്, കുറച്ചും കൂടെ ലോങ് ആണ്. ഒട്ടും തന്നെ കുഴയുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു അല്ലേ? പെട്ടെന്ന് വേവിച്ചിട്ട് ഇനിയിപ്പോൾ ഈ മസാലേൻ്റെ മേലെ ദം ചെയ്ത് കൊടുക്കും. ഈ റൈസ് എറിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് വരും. അത് ആ എക്സാക്റ്റ് ആയിട്ട് അതാണ് കറക്റ്റ്. ഫിറാസ് ബസ്മതി റൈസ് ഇസ് ബെസ്റ്റ്. അത് കൊള്ളാം, നന്നായി വരുന്നുണ്ട്. താങ്ക് യു മാം. ഹാപ്പി അല്ലേ? ചിക്കനും മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. മുകളായി ചിക്കൻ ബിരിയാണീൻ്റെ ഇതിലേക്ക് നമ്മൾ ഫിറേൻ്റെ ലോങ് ഗ്രെയിൻ ബാസ്മതി റൈസ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് എക്സ്ട്രാ ലോങ് ബാസ്മതി റൈസാണ്. നല്ല ഫ്ലേക്കി ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി പുലാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി എന്താ പറയണ്ടേ, നമ്മൾ ഫാമിലിക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഈ ഒരു റൈസ് വെച്ചുണ്ടാക്കിയ എന്ത് പുലാവായാലും ബിരിയാണി ആയാലും ഡബിൾ ഓക്കെയാണ്. മേലിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മളെ ഒരു സീക്രട്ട് സംഭവം വരുന്നത്. സാഫ്രൺ ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. അത് നമ്മൾ ഈ ഒരു ബിരിയാണീൻ്റെ റിച്ച്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് നമ്മൾ ദം ചെയ്തെടുക്കാം. ദം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഫ്രൈഡ് ഓണിയൻസ് ചേർക്കാം. പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത കൊറിയാൻഡേഴ്സ്
ചോപ്പ് ചെയ്ത പുതിനയില, കുറച്ച് കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തത്, കുറച്ച് പിസ്താഷ്യോ ചോപ്പ് ചെയ്തത്, പിന്നെ ആൽമണ്ട് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഈ ഒരു ആപ്രിക്കോട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു റിച്ച് ഫ്ലേവർ ആയിരിക്കും ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. അതിനു മുമ്പായിട്ട് കുറച്ച് ഫോയിൽ ഞാനിതിലേക്ക് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി ഞാനിവിടെ ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ദം ബിരിയാണി റെഡിയാവും. മുഗലായി സ്റ്റൈലിലുള്ള ചിക്കൻ ആപ്രിക്കോട്ട് ബിരിയാണി ഇവിടെ റെഡിയാവും. എല്ലാവരും ദം സ്റ്റേജിലാണ്. ദം. അപ്പോൾ ഇത് കഴിയുമ്പോൾ ആപ്രിക്കോട്ട് മുഗലായി ചിക്കൻ ആപ്രിക്കോട്ട് ബിരിയാണി. മുഗളായി ചിക്കൻ ആപ്രിക്കോട്ട് ബിരിയാണി നൈസ്. അതായത് അടുപ്പിൻ്റെ ചൂടൊക്കെ ഓക്കെയാണ്. ഓക്കെയാണ്. കാണിച്ചാനായിട്ട് ഇതാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഹാപ്പി ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മുഗലായി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. റൈസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഗലായി ചിക്കൻ ആപ്രിക്കോട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുഗലായി ചിക്കൻ ആപ്രിക്കോട്ട് ബിരിയാണീൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് ഡേറ്റ്സിൻ്റെയും ഇത് റൈത്തയും കൂടിയാണ്. ഞാൻ ഹസീന ഹനീഫ് ഫ്രം തലശ്ശേരി. ഞാനിന്ന് ഉണ്ടാക്കുന്നത് കൽക്കത്ത ബിരിയാണിയാണ്. അതായത് ഞാനാദ്യം കൽക്കത്തയിലായിരുന്നു, അതുകൊണ്ട് എനിക്കിത് നല്ലൊരു ഇഷ്ടമുള്ള ഡിഷാണ്. അപ്പോൾ തുടങ്ങാം. ആദ്യമായി ഞാൻ ഫിറ ബാസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നത്. ഇത് ഞാൻ നല്ലവണ്ണം കഴുകി അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ എനിക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ആദ്യമായി ഞാൻ ഉപ്പ്, മുളക് പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, ചെറിയ ജീരകം അതായത് ക്യൂമിൻ സീഡ്സ് 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, തൈര് ഒരു 1/2 കപ്പ് തൈര്. ഇത് ഞാൻ 1/2 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്, അതിനൊരു 1/2 കപ്പ് തൈര്. ഇത് നന്നായി മിക്സ് ചെയ്യണം. അല്പം മല്ലിയില, പുതിനയില, ഒരു കൈപ്പിടി ഫുള്ള് രണ്ടും കൂടെ, 1 ടീസ്പൂൺ ഘീ. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂർ മാരിനേഷന് വേണ്ടി വെക്കണം. അടുത്തതായി ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ആയിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു 4 ടീസ്പൂൺ ഘീ ചേർക്കുന്നുണ്ട്. കാരണം മുഴുവൻ എണ്ണയും ഞങ്ങൾ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ റൈസിൽ ഞങ്ങൾ പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഈ ചൂടായ എണ്ണയിലേക്ക് 2-3 ബേ ലീവ്സും, ഒരു വലിയ ഏലക്ക, ബഡി ഇലൈച്ചി എന്നതിന് പറയാം, പിന്നെ 3-4 ഗ്രാമ്പു, ചെറിയ ഏലക്ക, പട്ട 2-3 കഷ്ണം പട്ട, ഉള്ളി നന്നായി നേർന്നേ അരിഞ്ഞ ഉള്ളി നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. 2ആയി മുറിച്ച ഉരുളക്കിഴങ്ങ് ഈ ചിക്കൻ്റെ കൂടെ മാരിനേഷന് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്
അല്പം ഒരു 4-5 പീസ് പച്ചമുളകും കൂടെ അരച്ചതാണിത്. ഇതിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് എടുത്ത് ഉള്ളിയിലിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ കൽക്കത്ത ബിരിയാണിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിലധികം ഉള്ളിയോ തക്കാളി ഓൾറെഡി യൂസ് ചെയ്യുന്നില്ല. ഉള്ളി പിന്നെ ആകെ 1.5 ഞാൻ 1/2 കിലോ ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പൈസസും ലൈറ്റായിട്ടാണ് ഇടുന്നത്. പിന്നെ കൽക്കത്ത ബിരിയാണിൻ്റെ മെയിൻ സ്മെല്ലാണ്. അതാണ്, മസാല തീരെ ഉണ്ടാവില്ല. ചിക്കനും ചേർക്കേണ്ട സമയമായി. ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചിക്കനും മസാലയും മൊത്തം ചേർത്ത് നന്നായി എണ്ണയിൽ ഒരു 5-10 മിനിറ്റോളം നല്ലോണം വഴച്ചതിന് ശേഷം കുക്കർ മൂടി ഒരു വിസിലടിക്കും. ഇതിലേക്ക് ഇത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണിത്. സ്മെല്ലിന് വേണ്ടിയുള്ള മീറ്റ അത്തർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഞാൻ കൽക്കത്തയിൽ നിന്ന് തന്നെ വരുത്തിക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറൊന്ന് അടച്ച് ഒരു പ്രഷർ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ചൂടുള്ള പാലിലേക്ക് ഞാൻ സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂവാണ് ഇട്ട് വെക്കുന്നത്. ഒരു 5 മിനിറ്റ് അതിനെ ഇട്ട് കുതിരാൻ വെക്കണം. കൽക്കത്ത ഇത് മസാല റെഡിയായി. ഇനി റൈസ് വേവിക്കണം, ദമ്മിടണം. എത്ര ചിക്കൻ എടുത്തു? ചിക്കന് ഒരു 6-7 പീസ് അങ്ങനെ എടുത്തത്. അങ്ങനെ എടുത്തേ. ഹാഫ് കിലോ, ഹാഫ് കെ ജി. റൈസും 1/2 കിലോ. ഇത് കറക്റ്റായിട്ടാണ് എടുക്കുക. 1 കിലോ നല്ല ഇഷ്ടമായല്ലോ അല്ലേ? റൈസ് ഇതുവരെ ഒക്കെ നല്ലതല്ലേ തോന്നുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് നല്ല റൈസാണ്, ധൈര്യമായിട്ട് ഉണ്ടാക്കാം. ഫിറ നമ്മൾ ഇതിന് മുന്നേ ചെയ്തവരെല്ലാം പറഞ്ഞു. ഓക്കെ. ഇത് റൈസ് കുക്കായതിന് ശേഷം അതിൻ്റെ ഫ്ലേവർ ഒരു പൊടിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇതാണ് അത്തർ എന്ന് പറയും. മീറ്റ അത്തർ സ്വീറ്റ്സിലും തിരട്ടി മാർക്കറ്റ് കഴിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. റോയൽ ഹോട്ടലിലോ തിരട്ടി മാർക്കറ്റിൽ പോയിട്ടുണ്ട്. 25 വർഷമായി ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെ ആയിരുന്നല്ലോ കാൽക്കട്ടയിൽ. എളുപ്പമായി. ഇതൊരു അത്തർ മാതിരി. ഇത് പക്ഷേ ഇങ്ങനെ മടുപ്പിക്കാൻ രസം ഉണ്ടാവില്ല. ഇതിൽ സ്പൈസസ് അധികം ഇടുന്നില്ല. ഉള്ളി 1.5 മാത്രമേ ഇടുന്നുള്ളൂ 1/2 kg. അപ്പോൾ അതിലൊരു സ്മെല്ലും, കൽക്കട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ലാണ് മെയിൻ. അല്ല, ഇത് തീരാനാണ്. ഇത് കൽക്കട്ട എടുത്തില്ല. അയ്യോ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇനി ഇത് പുതിയതാണ്, പൊളിച്ചത്. ഇപ്പോൾ ഇതിൽ ക്യുമിൻ പൗഡർ, നമ്മൾ നാടൻ ബിരിയാണിക്ക് യൂസ് ചെയ്യാത്ത ക്യുമിൻ പൗഡർ, പിന്നെ പെപ്പർ, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ, ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പച്ചമസാല മാത്രമല്ല ഇതിൽ ഇത് പച്ചമുളക് എന്ന് പറഞ്ഞാൽ 2 പീസാണ് ഞാൻ യൂസ് ചെയ്തത്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂടെ. ബാക്കിയെല്ലാം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആണ് ടോട്ടലി അല്ലേ? നൈസ് സ്മെൽ ആൻഡ് ഫ്ലേവർ. നേരത്തെ ഒരു കൽക്കട്ട ബിരിയാണി ചെയ്തു, അത് വേറെ സ്റ്റൈല്. അതെ അതെ, അത് ഒതന്റിക് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, നൈസ്. കറിയാം. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് മസാല. അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുങ്കുമപ്പൂ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്കിന് ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടറും മീറ്റ അത്തറാണ്. ഇത് ഒരു 2-3 ഡ്രോപ്സും അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ബോയിലായി വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഹോൾസ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് റൈസിനൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് നന്നായി തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ചേർക്കാം. കൽക്കട്ട ബിരിയാണി എന്താ ഈ സ്റ്റേജ്? ഇല്ല, ഇത് റൈസ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രെയിൻ ചെയ്യണം. ഒരു 85% വേവിൽ ഡ്രെയിൻ ചെയ്യും. പിന്നെ ഈ മസാലേൻ്റെ ആ എണ്ണ, ചോറിൽ എണ്ണയൊന്നും ഞങ്ങൾ ആക്കുന്നില്ല ഇതിൽ. അപ്പോൾ ഈ മസാലയിലാണ് എണ്ണ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ദം ചെയ്യുമ്പോൾ ലെയർ ചെയ്ത് ചെയ്യും. ആ ലെയറിൽ ഇങ്ങനെ 3 ഭാഗത്തായിട്ട് ഇട്ടിട്ട് ചോറിട്ട് പിന്നെ 3 ഭാഗത്തിടും. ഉരുളക്കിഴങ്ങും ഇതൊന്ന് ഡ്രെയിൻ ചെയ്യട്ടെ. പിന്നെന്താ, സമയമായി അല്ലേ? ഇത് റൈസ് ഒരു 85% കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്ത് ഓഫ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാം.
അടുത്തതായി ഇത് ബിരിയാണി ദം ചെയ്യുകയാണ്. 1 ടീസ്പൂൺ ഗീ ചേർക്കുക അടിയിലായിട്ട്. അതിനുശേഷം റൈസ് ഇടുക, അല്പം റൈസ് ഇടുക. മിക്സ് ചെയ്ത് വെച്ച ഈ സാഫ്രോണും മിൽക്കും ഇതിൽ അല്പമായി ഒഴിച്ചിടും. പിന്നീട് ഈ മസാല ഓരോ ഭാഗങ്ങളിലായി ഉരുളക്കിഴങ്ങും മസാലയും മിക്സാക്കി 2-3 ഭാഗങ്ങളിലായി ഇട്ട് കൊടുക്കുക. വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും സെയിം ഉരുളക്കിഴങ്ങും ചിക്കൻ മസാലയും റൈസ് ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിലായി ഈ പാൽ മിശ്രിതം ചേർത്ത് ഒരു 2 ടീസ്പൂൺ ഗീയും ചേർത്ത് നന്നായി ഒന്ന് ലെയർ സെറ്റാക്കി മൂടി വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ ചെറിയ തീയിൽ ദം ചെയ്യുക. അങ്ങനെ നമ്മുടെ കൽക്കത്ത ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ക്വാർട്ടർ ഫൈനൽസിന്റെ സെക്കൻഡ് ഗ്രൂപ്പ് എല്ലാം റെഡി ആയി നിൽക്കുകയാണ്. കറക്റ്റ് ടൈമിന് തന്നെ Keep ചെയ്തു. 1.5 hours. ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് തന്നെ. Yes, പക്ക. ഒരു കാൽക്കട്ട ബിരിയാണി, ഒരു ഹൈദരാബാദി ബിരിയാണി, ഒരു ഷാജഹാൻ ബിരിയാണി, And മുഗളായി ആവക്കാഡോ അല്ല ആപ്രിക്കോട്ട്. apricot. മുഗളായി apricot, yes. അപ്പോൾ വെറൈറ്റീസ് വരുന്നു. വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങളും. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, തുടങ്ങിയാലോ? യാ പ്ലീസ്, വിളിച്ചോളൂ. So first is Shabana Farooq. ഷബാന ഫറൂഖ്. Mutton. ഹൈദരാബാദി മട്ടൻ ബിരിയാണി. അതെ, ആ കളർ വരുത്താൻ വേണ്ടി ഞാൻ പച്ചമുളക് ചതച്ചിട്ടാണ് ഇട്ടത്. ആ കളർ ഹൈദരാബാദി ബിരിയാണിന്റെ ഞങ്ങളൊക്കെ ഇവിടെ റെഡ് കളർ, പക്ഷെ റെഡ് കളർ ഈ ഒരു പച്ച കളർ, യെല്ലോ ഗ്രീൻ, യെല്ലോ ഗ്രീൻ കളർ. മട്ടന് മട്ടനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, പക്ഷെ സോഫ്റ്റ്നെസ് വന്നിനോന്ന് അറിയില്ല. 1 മണിക്കൂർ മാഗ്നേഷൻ. ഹൈദരാബാദി ബിരിയാണി എവിടെ കഴിച്ചിരിക്കുന്നത്? ബോംബെ കഴിച്ചിട്ടുണ്ട്. ബോംബെ പോയപ്പോ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. വെരി ഫ്ലേവർഫുൾ അല്ലേ? അത് നല്ല ജീരകവും ഏലക്കായും അവിടെ ഞാൻ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതലായിട്ട് വരണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്, സോഫ്റ്റ് ആണ്. ചെറിയ പീസായി മട്ടൻ, നല്ല സോഫ്റ്റ് ആയി. അതെ, അതിൻ്റെ ചട്നീസൊക്കെ ഉണ്ട്. മുളകാണ് അത്, മുളകാണ്. മുളകും മുന്തിരി. റസ്ക് എടുക്കണോ? നല്ല എരിവുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? വേണ്ട, ചുവന്ന മുളകാണ്. ഹൈദരാബാദ് ആവക്കായൊക്കെ ഫീലിംഗ് പോലെ. ആവക്ക പിക്കിൾ, മാംഗോ ടേസ്റ്റ് ഉണ്ടോ? അത് ഞാൻ കഴിച്ചിട്ടില്ല. ആവക്കായ മുളകിനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ മുന്തിരി ഇട്ടിട്ടുണ്ട്, സ്പൈസ് മുന്തിരി. ചേച്ചി വിചാരിച്ചെരിവില്ല. മുന്തിരി ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോ കൊള്ളാട്ടോ. ഗുഡ് എഫേർട്ട്, നൈസ്, താങ്ക് യു. ഹസീന അനീഫ്, കാൽക്കട്ട. വർഷങ്ങളോളം അവിടെ താമസിച്ചതിന്റെ അഡ്വാൻറ്റേജ് ആണ്. മന്ദിർ, കാളി മന്ദിർ.
അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ്ചർ എന്താണ്? ഇത് കേടിലാണ് ഉണ്ടാക്കുന്നത്. കേടിൽ മിൻറ്റ്, പുതിന, പിന്നെ ബ്ലാക്ക് സോൾട്ട്, കലനമക്ക്, പിന്നെ ജീരകം പൊടി, ഇതൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ച് നന്നായി അരച്ചെടുക്കും. പിന്നെ ഇത് റായ്ത്ത, അവിടുത്തെ ഒരു പ്രത്യേക എന്തൊക്കെയാണ് അത് പെപ്പറും ക്യൂമിൻ പൗഡറും സോൾട്ടും. പിന്നെ ഇങ്ങനെയാണ് സാലഡ് ലൈറ്റായിട്ടാണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. കുക്കുംബർ, ഓണിയൻ, ടൊമാറ്റോ. നൈസ് നൈസ്. അത് നല്ല റായ്ത്ത. പൊട്ടറ്റോ എടുത്തോ? പൊട്ടറ്റോ മെയിൻ അതിൽ നിർബന്ധമായ ഒരു കാര്യമാണ് കൽക്കത്ത ബിരിയാണി. പെർഫെക്റ്റ് റൈസാണിത്. നന്നായിട്ടുണ്ട്. ആക്കിയപ്പോൾ മനസ്സിലായി. അല്ലേ? നല്ല റൈസ്, ബിരിയാണി റൈസ്. കില പറയും ഹിന്ദിയിൽ. തമ്മിൽ ഒട്ടാണ്, അല്ലെങ്കിൽ കിലുങ്ങി കിടക്കാം. കില ചാവൽ എന്ന് പറയുന്നത്. നൈസ്ലി. ഈ പൊട്ടറ്റോ ഞങ്ങൾ ആദ്യം ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യും ആദ്യം ചിക്കൻ്റെ കൂടെ. എന്നിട്ട് അത് സെപ്പറേറ്റ് എടുത്ത് ഉള്ളി ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് സോട്ട് ചെയ്തിട്ട് പിന്നെയാണ് മസാല ഇട്ട്. വിശദമായിട്ട് റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാണിച്ചിട്ടുണ്ട്. വെരി നൈസ്. ഓക്കെ, എല്ലാം ഗുഡ്. ഇത് നല്ലതായിട്ട് ഗോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഗോൾ. ഇതവിടെ കല്യാണത്തിനെല്ലാം പോയാൽ റൈസിൻ്റെ കൂടെ ഇതാണ്ടാവും. വയറിന് ബെസ്റ്റാണ് ഈ റൈസിൻ്റെ കൂടെ. കാലാനമക്കിന്റെ ടേസ്റ്റ് എല്ലാത്തിൻ്റെയും കിട്ടുന്നുണ്ട്. വെരി നൈസ്. നല്ല കൂളാണ്. നമ്മൾ ജൽജീര ഇതിൽ യൂസ് ചെയ്യും, പക്ഷെ അതിവിടെ ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക്. സാധാരണ ജാൽജീര അത് മിക്സ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് ക്യൂമിൻ പൗഡറും ബ്ലാക്ക് സോൾട്ടും എല്ലാം നമുക്കിത് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് എന്തായാലും ബിരിയാണി വയറിന് നല്ലൊരു ഇത് കിട്ടും. ഗുഡ്, താങ്ക് യു. വെരി നൈസ്. ഓക്കെ, ഓക്കെ. അടുത്താണ് നെക്സ്റ്റ് പേഴ്സൺ, ഫെമി മുനീർ. ചേച്ചി ഒരുപാട് വർഷം പിന്നോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. ബ്യൂട്ടിഫുൾ. ഷാജഹാൻ ഇതെല്ലാം അല്ലേ പ്രസൻറ്റേഷൻ. ഇതിൻ്റെ ആ ഒരു മെത്തേഡ് ഓഫ് സെർവിങ് വളരെ ഗംഭീരം. താഴെ റൈസ്, മേളിൽ മീറ്റ്, മുട്ട, ആ ഒരു ഷാജഹാനി മട്ടൻ ബിരിയാണി. ബിരിയാണി ഡൽഹി ആഗ്ര സ്റ്റൈൽ. താജ്മഹൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടിയോ? യെസ്, നല്ല റോയൽ ഫീലിംഗ്. ഇത് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞോളൂ. ഒന്ന് ഇത് റൈത്ത, പൊമിഗ്രാനൈറ്റ് ഡേറ്റ്സ് റൈത്ത. ഓക്കെ. പിന്നെ ഡേറ്റ്സ് ചട്നി, ഡേറ്റ്സിൻ്റെ ചട്നി. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ റൈസ് അടിയിലിട്ടിട്ട് മസാല മുകളിലായിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. ഇത് സാധാരണ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ചുമ്മാതല്ല. ഷാജഹാനി ബിരിയാണി. ചിക്കൻ ഉണ്ട്, ബീഫ് വെക്കും, മട്ടൻ വെക്കും. തുടങ്ങാം. യെസ്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. സോഫ്റ്റ്ലി ഡൺ. മട്ടൻ വേവിച്ചിട്ട് അതിൻ്റെ സ്റ്റോക്കിലാണ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. മട്ടൻ ഫ്ലേവർ കിട്ടുന്നുണ്ടോ? പിന്നെ ഫ്രൈഡ് ഓണിയൻസ് ആണ് ഇത് മെയിനായിട്ട് മസാലയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ.
ബിരിഷ്ട എന്ന് പറയും. എരിവുണ്ടോ? എല്ലാം കറക്റ്റ് കറക്റ്റ്. വേറെ ലെവലാ. മട്ടൺ പീസസ് എടുത്തു, അതിൻ്റെ കൂടെ ഡേറ്റ്സ് ചട്നിയും. ആ ക്രീം മേളിൽ ഇട്ടപ്പോഴേ ക്രീമാണ് ഇട്ടിരിക്കുന്നത്. അതെ, ഫ്രഷ് ക്രീം. ഒരു നല്ലൊരു പക്ഷെ മട്ടൻ്റെ എല്ലൊക്കെ ഇങ്ങനെ വരുമല്ലോ. ഡേറ്റ്സ് അല്ലേ? ഡേറ്റ്സ് ചട്നി, ഡേറ്റ്സ്, ചില്ലി, ഗാർലിക് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കും. ഡേറ്റ്സ് പോമിഗ്രാനൈറ്റ് റൈത്ത. റോയൽ വൺ. ഒന്നും പറയാനില്ല. താങ്ക് യു മാം. വെരി നൈസ്, വെരി നൈസ്. അപ്പോൾ ഈ ഒരു റൗണ്ട് വന്നപ്പോൾ യു ആർ വെരി ഹാപ്പി അല്ലേ? സ്വാഭാവികമായിട്ട് ഇത് സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണെങ്കിൽ ഇപ്പോൾ ചോയ്സ് ഓഫ് എനി ടൈപ്പ് ഓഫ് ബിരിയാണി ഔട്ട്സൈഡ് കേരള എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആദ്യം ഇത് തന്നെ വന്നിട്ടുണ്ടാവും. കാര്യം അത്രയും ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്ത് വാങ്ങിയിട്ടുള്ളതാവാം. അതെ, ഒരുപാട് പേര് നല്ല ഡിമാൻഡ് ഉള്ളതാണ് അല്ലേ? ഇത് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. പക്ഷെ എന്തായാലും ഇപ്പൊ ഈ റെസിപ്പി സാധാരണ ബിരിയാണിനേക്കാൾ ഇതാണ് എൻ്റെ അടുത്ത് നല്ലൊരു ഭാഗം. പക്ഷെ ഇപ്പൊ ഈ റെസിപ്പി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ വീടുകളിൽ ഉണ്ടാക്കാനും അതെ. എനിവേ താങ്ക് യു. നൈസ്. യെസ്, നെക്സ്റ്റ് പേഴ്സൺ. ജിഷ ബിജിത്ത്. മുഗളായി ചിക്കൻ ആപ്രിക്കോട്ട് ബിരിയാണി. ആപ്രിക്കോട്ട് മുകളിലുണ്ട്. ആപ്രിക്കോട്ട് മുകളിലുണ്ട്. റേസിൻസും കാഷ്യൂനട്ടൊക്കെ നമ്മൾ സാധാ ദം ബിരിയാണിയിൽ ചേർക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് പോയത് പെട്ടെന്ന് ആപ്രിക്കോട്ടിലേക്ക്. അതിൻ്റെ ടെക്സ്ചറും ആപ്രിക്കോട്ടിൻ്റെ ടെക്സ്ചറും നമ്മളെ റേസിൻസ് ഗോൾഡൻ റേസിൻസിൻ്റെ ടെക്സ്ചറും ഏകദേശം ഒരുവിധം വരുന്നതുകൊണ്ട് ഞാനത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കി. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് ഫിറായ് റൈസിനെ പറ്റി പറയുമെങ്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ചെയ്ത ബസ്മതി റൈസ്. അത് പിന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് അല്ലേ? എവറിബഡി സാറ്റിസ്ഫൈഡ് വിത്ത് റൈസ്, ബസ്മതി റൈസ് ഫിറയുടെ ആണ്. പക്ഷെ നല്ലതല്ലേ? ഇനി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും അല്ലേ? നിങ്ങൾ വാങ്ങാനും ശ്രമിക്കും. നല്ല റിസൾട്ടാണ്. എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നി. വെരി നൈസ്. ഓക്കെ, മാക്സിമം റിച്ച് ടേസ്റ്റ് കൊണ്ടുവരാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാഫ്രോണിൻ്റെ ആ ഒരു ഫുഡ് സയൻസ് ആണോ പഠിച്ചത്? അല്ല, ഞാൻ കൊമേഴ്സ് ആണ്. കുറച്ചുകൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് അധികം 2 hours ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടെൻഡർ ആയിരിക്കും. കുറച്ച് അതെല്ലാവരും പറയുന്ന ഒരു വിഷയമാണ്. നട്ട്സ് മാക്സിമം പിസ്താഷ്യോ, ആൽമണ്ട്സ്, കാഷ്യൂനട്ടൊക്കെ മാക്സിമം ഇടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത്. നമ്മൾ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? അച്ചാർ ഡേറ്റ്സ് പിക്കിള്, പിന്നെ റൈത്ത പ്ലെയിൻ ആയിട്ട് നമ്മൾ ക്യൂമിൻ്റെ റോസ്റ്റഡ് ക്യൂമിൻ്റെ സ്പൈസസ് ഒക്കെ നന്നായി വന്നു. അതെ, നൈസ്. കൊള്ളാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ 4 ആൾക്കാരുടെയും ഗംഭീരമായ ബിരിയാണികൾ കഴിച്ച് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഇപ്പം നമ്മൾ മാർക്ക് പറയില്ല, ആരാണ് ഇതിലെ വിന്നേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് പോകണമെന്ന് പറയില്ല. കാരണം ഈ 3 റൗണ്ടും കൂടി കഴിഞ്ഞിട്ട് 3 ഗ്രൂപ്പിൻ്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ടോട്ടലായിട്ട് ആ 12 പേരിൽ നിന്നും 8 പേരെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഹാപ്പി ആയിട്ട് പോവാം. റിസൾട്ട് നിങ്ങളെ പിന്നെ അറിയിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും. അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്കും അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. ഇതിന് മുന്നത്തെ റൗണ്ടിൽ നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അറിയാനായിട്ട് ഒരു എപ്പിസോഡും കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും മത്സരം കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളിത് എൻജോയ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കട്ടെ. അതിമനോഹരമായ 4 റെസിപ്പീസാണ്. നിങ്ങൾക്കും വീടുകളിൽ ട്രൈ ചെയ്യാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കാണാം അടുത്ത എപ്പിസോഡിൽ. അതുവരെ
ബിരിയാണി ക്യൂൺ, സീഫുഡ് പാർട്ണർ, ഫിൻമാർട്ട് ആൻഡ് ഡെൽഫിഷ്, ട്രിവാൻഡ്രം. The gift hamper sponsored by Milma. Dr. Lakshmi Nayer's Ornaments Courtesy, Jewel Hut, GH Road, Statue, Trivandrum. ആഭരണം ബയാനുരാധ നായർ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.